ധന്യമീ ജീവിതത്തിൽ ഇന്ന് പറയുന്നത് അവനവന്റെ വീക്ക്നെസ്സിനെ കുറിച്ച് ആണ്. നാട്ടുകാരെ ആരും കുറ്റം പറയേണ്ട കാര്യമില്ല. നാം ഓരോരുത്തരും ചഞ്ചല ചിത്തരാണ്. പുറത്തേക്ക് ഭയങ്കര കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കും. നമ്മളെപ്പറ്റി നാട്ടുകാർ ഉരുക്കു മനുഷ്യൻ എന്ന് പറയും. നാട്ടുകാരുടെ മുമ്പിൽ ഉരുക്കു മനുഷ്യനാണ്. കാര്യത്തോടെടുക്കുമ്പോൾ നാം ചഞ്ചല ചിത്തരാണ്. വലിയ പ്രമാണി ഒരുത്തം വന്നിട്ട് പറയണം തന്നെ ഞാൻ തട്ടുന്നു. നമ്മുടെ പ്രമാണിത്തൊന്നും ഓനറിയില്ല. ഉന്നതനായിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആയിരിക്കും, അധികാരമുള്ള വ്യക്തിയാവും. ഇന്ന് രാത്രി 12 മണിക്ക് തന്നെ തട്ടും. ഏതൊക്കെ സുരക്ഷാ സേന ഉണ്ടെങ്കിലും സംഭവിക്കോ, നടക്കോ, ഇതിൻ്റെ ഇടയിൽ കൂടെ വരുമോ? കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചഞ്ചല ചിത്തന. കംസൻ ചഞ്ചല ചിത്തനായിരുന്നു. ദുഷ്ടനാണ്, ഒന്നിനും മടിക്കില്ല, കുട്ടികളെ കൊല്ലും. ശ്രീകൃഷ്ണ വിചാരിച്ച് സകല കുട്ടികളെയും കൊന്ന നരാധമനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അതൊക്കെ സംഭവിച്ചത് ഇളകുന്ന മനസ്സ് ആയതുകൊണ്ടാണ്. സംശയാലുവായിരുന്നു. യഥാർത്ഥത്തിൽ സംശയാലുവായുള്ള കംസന്റെ മരണം സ്വയം വിളിച്ചു വരുത്തിയ മരണമാണ്. ആരും ഉത്തരവാദിത്തമില്ല. മരുമോൻ കൃഷ്ണൻ വരെ കംസനെ കൊന്നിട്ടൊന്നുമില്ല. എന്താ അമ്മാമ എന്നും കൊണ്ട് വന്ന് കയ്യിൽ കയറി പിടിച്ചിട്ടേ ഉള്ളൂ. ആ സ്പർശം വേണ്ടി വന്നില്ല. ഭയം കൊണ്ട് മരിച്ചുപോയി. അതുകൊണ്ട് ഈ ചഞ്ചല ചിത്തൻ എന്ന് പറഞ്ഞത് എല്ലാവർക്കും ബാധകമാണ്. ഞാൻ ഏതായാലും ഹാർട്ടിന്റെ സ്പെഷ്യലിസ്റ്റാണ്. അതുകൊണ്ട് ഹാർട്ടിന്റെ കാര്യം എന്നെ തോൽപ്പിക്കാർക്കും പറ്റില്ല. പറയാൻ പറ്റുമോ? ഹാർട്ടിന്റെ സ്പെഷ്യലിസ്റ്റാണ്. എനിക്ക് എൻ്റെ ഹാർട്ടിനൊന്നും പറ്റില്ല. ഉരുക്കുകൊണ്ടുള്ള ഹാർട്ടാണ്. അതങ്ങനെ ആവാനുള്ള ഗുളികയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. സൗജന്യമായിട്ട് മെഡിക്കൽ ഷോപ്പുകാർ തരും. ഒരു സ്പെഷ്യലിസ്റ്റും പറയില്ല. കാര്യത്തോടെടുക്കുമ്പോൾ ചഞ്ചല ചിത്തൻ ആണ്. ഈ ചഞ്ചലചിത്തന്മാര് അഭിനയിക്കുക മുഴുവൻ ദൃഢചിത്തരായിട്ടാണ്. അവരിങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അധികാരം എത്ര കാലം? തൻ്റെ കാല് വരാനായിട്ട് ആളുകൾ കാത്തു നിൽക്കുകയാണ്. എപ്പോഴാണ് തന്നെ വീഴ്ത്തുക? ഇതാണ് അവരുടെ വിചാരം. ഒന്നാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞല്ലോ, ഇനി എന്ത് വേണം? നിങ്ങളിപ്പോ ഒന്നാം സ്ഥാനത്തല്ലേ. ഈ 1 എന്ന അക്കത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. 1 എന്ന അക്കത്തിന്റെ പിന്നിൽ ആരുമില്ല കൂടെ. 2 എന്ന അക്കത്തിന്റെ കൂടെ രണ്ടില്ലേ? 5 എന്ന അക്കത്തിൽ 5 പേരുണ്ടല്ലോ. 5-ാം സ്ഥാനക്കാരൻ പേടിക്കണ്ട. 1-ാം സ്ഥാനം ഏകൻ. അച്ഛനും അമ്മയ്ക്കും ഒരു മകനേ ഉള്ളൂ. എന്താ സുഖം! വീട്ടില് കാരോലപ്പുണ്ടാക്കിയ മുഴുവൻ തിന്നാലോ. ഒരു മകനേ ഉള്ളേ. 5 പേരുണ്ടെങ്കിലോ 5 പേർക്ക് പങ്കിടണം. 5 പേരുണ്ടാവുമ്പോ അമ്മ 10 എണ്ണം ഉണ്ടാക്കിയാലാണ് ഒരാൾക്ക് 2 എണ്ണം കിട്ടുക.
ആകെ 5 ഉണ്ടാക്കിയെങ്കിൽ അല്ലെങ്കിൽ 2 ഉണ്ടാക്കിയെങ്കിൽ അതിനൊരു പൊട്ട കിട്ടുക. അപ്പൊ 1-ാം സ്ഥാനക്കാരനെ നോക്കിയിട്ട് അസൂയ. ഒരു സ്ത്രീ സഹപ്രവർത്തകയാണ്, ഞാൻ ഇടയ്ക്ക് പ്രശംസിക്കും, ഏകപുത്രി എന്നാ വിളിക്കുക. അച്ഛനമ്മയ്ക്കൊരു മകളേ ഉള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ തമാശക്ക് പറയും, സുഖല്ലേ, ഏകപുത്രിയല്ലേ. ആ പേരിൽ ഒന്നിൽ കൂടുതൽ സ്ത്രീകള് അതേ പേരിൽ ഉണ്ടാവുമ്പോ ഏകപുത്രി ചേർത്തിട്ടാ ഞാൻ വിളിക്കുക. ഒരു ദിവസം സംഭാഷണ മധ്യേ പറഞ്ഞു, ഏകപുത്രി ആവുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടറിയുക. ഇതൊക്കെ നല്ലതാണ്, ചീത്തയാണ്. ഒരു ദുഃഖം ആരോടാ പങ്കിടുക? ആരാ വന്ന് അന്വേഷിക്കാനുള്ളത്? ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ ചിലപ്പോ ആ സഹോദരൻ സഹായിച്ചു എന്ന് വരും. ഒറ്റയ്ക്കാണ്. അപ്പൊ ഏകൻ 1-ാം സ്ഥാനക്കാരനെ നോക്കിയിട്ട് എല്ലാവരും അസൂയപ്പെടുമ്പോ ശരിക്ക് 1-ാം സ്ഥാനക്കാരൻ ചഞ്ചല ചിത്തനാണ്. ഈ ചഞ്ചല ചിത്തനാണ് നമ്മളെ ഇപ്പൊ ദൃഢചിത്തനാക്കി മാറ്റണം. ചഞ്ചല ചിത്തരായുള്ള നമ്മൾക്ക് ഇപ്പോ ദൃഢചിത്തരായിട്ട് മാറണം. ആ ദൃഢചിത്തരായിട്ട് മാറണമെങ്കിൽ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, നാം ചഞ്ചല ചിത്തരാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ദൃഢചിത്തനാണെന്ന് അഭിനയിച്ച് കാണുന്നവരൊക്കെ എന്താ എത്ര കോടി രൂപയുടെ സമ്പത്താ, ഇവിടെ ഇപ്പോ സെന്റിന് 40 അല്ലേ പറയണത്, ഇങ്ങനെയൊക്കെ നമ്മളെ മൂട്ടും. അധികാരം എന്താ? സാറ് വിചാരിച്ച ആരെ വിളിച്ച് ആരെ വേണമെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കൊടുക്കാൻ പറ്റില്ല. ദൃഢചിത്തനാവുകയാണ് ഇപ്പൊ ആവശ്യം. ആരും ഈ ഭൂമിയിലെ ഏതൊരു വ്യക്തിയും ദൃഢചിത്തൻ ആകണം. ആ ദൃഢചിത്തനാവാൻ എന്ത് ചെയ്യണം? ആ ചഞ്ചല ഹൃദയത്തിന്റെ പ്രതീകമാണ് അർജുനൻ. വെറുതെ എല്ലാ കഥ പറയുന്നു. ആർജവമുണ്ട്, ആ ഗുണമുണ്ട്. ആർജവം എന്നൊരു ഗുണമുണ്ട്. അതുകൊണ്ടാണ് അർജുനൻ ആ പദത്തിന്റെ അർത്ഥം. ആർജവമുള്ള വ്യക്തി നമുക്കാകണം. ആർജവമുള്ള വ്യക്തി ദൃഢചിത്തത്തിലേക്ക് നീങ്ങണമെങ്കിൽ ഒരു കാര്യം സത്യമാണ്, ആദ്യം ഒരു വിഷാദം ഉണ്ടായി. ഒരു വിഷാദം. ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായം തന്നെ വിഷാദയോഗം എന്നാണ്. ഒരു വിഷാദം ഉണ്ടെങ്കിലേ ദൃഢചിത്തനാവാനായിട്ട് കഴിയുള്ളൂ. വലിയ വേദാന്തമൊക്കെ പറയണവരില്ലേ, കനത്തൊരു ദുഃഖം ഉണ്ടാവും. അവരെ മതിക്കുന്ന കനത്തൊരു ദുഃഖം അവർക്കുണ്ടാവും. സകല വിശ്വാസത്തിനും ഭക്തിക്കും ആരുടെയും കരണക്കുറ്റിക്ക് 2 കൊടുത്തിരുന്ന ആളാണല്ലോ ഇന്നാള്. അയാളിപ്പോ എന്താണ്? അയാള് കാണാം പ്രഭാഷണം കേട്ടിട്ട് ഇപ്പുറത്തിരിക്കണം. എന്തെങ്ങനെ മാറ്റം? കുറെ മുതലുണ്ടാക്കി ആകെ ഒരു മോളേ ഉള്ളൂ. കേട്ടോ, മോളെ ആത്മഹത്യ ചെയ്തു. വിഷാദം വന്നു. ഇതിലൊന്നും ഒരു അർത്ഥമില്ലാന്ന് തോന്നി. അപ്പൊ അറിവ് കേൾക്കണം. എപ്പോ ചഞ്ചലഹൃദയമായ വ്യക്തി ചഞ്ചലഹൃദയമാണ്, ദൃഢചിത്തനാണ് എന്നുള്ള ഒരു ധാരണയിൽ പോസ് ചെയ്ത് ജീവിക്കാം. വിഷാദം വരുമ്പോ ദൃഢചിത്തതയ്ക്കുള്ള ഗീത അറിവ് ആർജിക്കാനായിട്ട് ശ്രമിക്കും. വലിയ തത്വചിന്തയും അറിവ് ആഗ്രഹിച്ചവർക്ക് കനത്ത ദുഃഖത്തിൽ നിന്നാണ് ചഞ്ചല ഹൃദയന്മാര്
ദൃഢചിത്തരായിട്ട് മാറുന്നത്. ഇതിന്റെ അർത്ഥം ദുഃഖത്തെ മാടി വിളിക്കണമെന്നല്ല. ഇതൊന്നുമല്ലാതെ, വിശേഷിച്ച് അങ്ങനെ കനത്ത യാതൊരു ദുഃഖവുമില്ലാതെ ദൃഢചിത്തയിലേക്കുള്ള ഒരു പ്രയാണത്തിനുള്ള അറിവ് നേടാൻ ബാല്യം മുതൽക്കേ വാസനയുള്ള വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. അഭിമുഖങ്ങളിലൊക്കെ എന്നോട് ചോദിക്കും, ഒരു കനത്ത ദുഃഖം നിങ്ങളെ സ്വാധീനിച്ച സംഭവം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല, അങ്ങനെ ഇല്ല. ഒരു കനത്ത ദുഃഖം അങ്ങോട്ട് വന്നിട്ട് അതിന് പോകാൻ വഴിയില്ല, അല്ല, അത് അതിലേക്കുള്ളൊരു വാസനയാണ്. അങ്ങനെ പറയുന്നതും അഹങ്കാരമാണ്. കാരണം ആർജവമുള്ള അർജുനന് എന്താ ഇതിലർത്ഥം എന്നുള്ളതിനെ കുറിച്ചൊരു വിഷാദം വന്നു. അപ്പൊ ചഞ്ചലചിത്തനായപ്പോൾ ഇളകാത്ത കമ്പി ഇളകുന്ന വ്യക്തി പിടിക്കുന്ന പോലെ കൃഷ്ണനെ പിടുത്തം കിട്ടി. എല്ലാ വ്യക്തികളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ നമ്മൾ അസൂയപ്പെടുന്നവരൊക്കെ ഇളകുന്ന മനസ്സാണ്. ഇത് എത്ര ദിവസം, എത്ര കാലം, ഇനി എത്ര കാലം എന്നല്ല, കാലാകാലം എന്ന് പറഞ്ഞാൽ കാലാകാലം ഈ വ്യക്തി ഉണ്ടാവും. ഈ വ്യക്തി കാലാകാലം ജീവിച്ചിരിക്കും. ആരോഗ്യം, സൗന്ദര്യം, ധനം, കീർത്തി, ഇതൊക്കെ കാലാകാലം നിലനിൽക്കില്ല. കാലാകാലം നിലനിന്നാൽ ഇതിന് വല്ല വിലയും നമുക്ക് തോന്നും. ഇന്നത്തെ ദിവസം ചഞ്ചലചിത്തൻ എന്താ, ദൃഢചിത്തൻ എന്താണെന്ന് ഒരു വിലയിരുത്തലാണ് ഉണ്ടായത്. ക്ഷമാപൂർവം കേൾക്കുന്ന എൻ്റെ മിത്രങ്ങൾക്ക് നമസ്കാരം.